എങ്ങനെയുണ്ട് വിദ്യാഭ്യാസ രംഗം? നല്ലതാണ്. വിദ്യാഭ്യാസ മന്ത്രി ആരാ? അറിയില്ലേ? എങ്ങനെ ഇരിക്കണം? കോൺഗ്രസ് ഗുണം ചെയ്താലും മാർക്സിസ്റ്റ് കുറ്റം പറയും, മാർക്സിസ്റ്റ് ഗുണം ചെയ്താലും കോൺഗ്രസ് കുറ്റം പറയും. സ്വാഭാവികം. നിത്യോപയോഗ സാധനങ്ങൾ ഭയങ്കര വില കൂടുതലാണ്. അതിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇപ്പം ഇലക്ഷൻ്റെ സമയത്ത് വോട്ടിട് വേറൊരു കാര്യമില്ല. കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ കാസർഗോഡ് നല്ലൊരു ഹോസ്പിറ്റലില്ല, അല്ല ബാംഗ്ലൂർ പോകണം. BJP വന്നാൽ പ്രശ്നം നല്ല ഭരണം കാഴ്ച വെക്കണം, അത്ര തന്നെ. ഓട്ടോ സ്റ്റാൻഡ് ആയിട്ടില്ല, റോഡ് നല്ല ഇതായിട്ട് വന്ന് നമുക്ക് ഓട്ടോ വെക്കാനുള്ള ഇനി വരുന്ന വികസനത്തിൽ എല്ലാവർക്കും ഓട്ടോ സ്റ്റാൻഡായി നമുക്ക് ജീവിക്കാൻ വേണ്ടി 10 വർഷമായില്ലേ? 10 വർഷം കൊണ്ട് അവിടെ ജനങ്ങൾ മടുത്തോ? ഒരു മാറ്റാണോ? മാറ്റം വേണമല്ലോ. സാംസ്കാരിക വൈവിധ്യങ്ങൾ നിലകൊള്ളുന്ന കാസർഗോഡ് ജില്ലയിലാണ് ഇന്ന് നമ്മളുള്ളത്. ആരോഗ്യ മേഖലയിലും മറ്റു മേഖലകളിലും ഇവിടെ വികസനം വന്നിട്ടുണ്ടോ? ഇനി ജനങ്ങൾ പറയട്ടെ. 3ാം പിണറായി സർക്കാർ വരുമോ? അത് പറയാൻ പറ്റില്ല. എന്ത് തോന്നുന്നു? വരുമെന്നാണോ അതോ വരാൻ ചാൻസ് ഇല്ലാന്നാ? വരാൻ ചാൻസ് കുറച്ച് കുറവ്, പറയാൻ പറ്റില്ല തോന്നുന്നു. കോൺഗ്രസ് ഗുണം ചെയ്താലും മാർക്സിസ്റ്റ് കുറ്റം പറയും, മാർക്സിസ്റ്റ് ഗുണം ചെയ്താലും കോൺഗ്രസ് കുറ്റം പറയും. സ്വാഭാവികം. ഇവിടെ ഹൈവ് വന്നിട്ട് എങ്ങനെയുണ്ട്? ഹൈവ ഉണ്ട്, അതൊരു ഉപകാരം. അത് മാത്രം കാര്യമില്ലല്ലോ. കാര്യമുണ്ട് ഭക്ഷണത്തിന്റെ ഫുഡിന്റെ കാര്യം, പിന്നെ എന്തെല്ലാം വില കയറ്റം, എണ്ണ, പാമോയിൽ. ഇപ്പം ഞാൻ ഒരു പെയിന്റ് ജോലി എടുക്കുന്ന ആളാണ്. ഇപ്പം എനിക്കറിയൂ ഈ എന്ത് സാധനം നിത്യോപയോഗ സാധനങ്ങൾ ഭയങ്കര വില കൂടുതലാണ്. അതിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇപ്പം ഇലക്ഷൻ്റെ സമയത്ത് വോട്ടിട് അതുപോലെ എന്നെ ജയിപ്പിക്കുന്ന നല്ല വേറൊന്നുമില്ല, വേറൊരു കാര്യമില്ല. അല്ല, BJP വരുന്ന പ്രശ്നമില്ല. മാത്രം ആര് നല്ലത് ചെയ്യുന്നു അവർക്ക് വോട്ടിടും. കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ കാസർഗോഡ് നല്ലൊരു ഹോസ്പിറ്റലില്ല, അല്ല ബാംഗ്ലൂർ പോകണം. അത് ഇവിടുത്തെ ഭയങ്കര പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും എൻ്റെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ അവർ മാറി അതൊരു കളി. ഇതിൻ്റെ അടുത്തൊരു സംഭവം നടന്നായിരുന്നു. എവിടെ? ഇവിടെ ഗവൺമെന്റിലെല്ലാം ഉണ്ട്. അതല്ലല്ലോ, മെഡിക്കൽ കോളേജ് വേണമല്ലോ, കാസർഗോഡ് ജില്ലയിൽ ഇല്ലല്ലോ. അത് വേണം. എല്ലാം ബാംഗ്ലൂർക്കാണ് പോകുന്നത് കൂടുതൽ. അത് ഭയങ്കര പ്രശ്നം. കാസർഗോഡ് നല്ലാല് ഗവൺമെന്റ് വലിയ കാസർഗോഡിലേക്ക് വലിയ താല്പര്യം കൊടുക്കുന്നില്ല. ഇല്ല. പരിഗണിക്കണം. BJP വന്നാൽ പ്രശ്നം നല്ല ഭരണം കാഴ്ച വെക്കണം, അത്ര തന്നെ. അത്രേ ഉള്ളൂ. BJP നല്ല കാഴ്ച വെച്ചാൽ ഞാൻ വോട്ടിടും. ആരായാലും. എങ്ങനെയുണ്ട് വിദ്യാഭ്യാസ രംഗം? നല്ലതാണ്. വിദ്യാഭ്യാസ മന്ത്രി ആരാ? അറിയില്ലേ? ഓക്കെ, പോട്ടെ. മുഖ്യമന്ത്രി ആരാ നമ്മുടെ? അതറിയാം. ഓക്കെ. ഇനിയിപ്പോ പിള്ളേരൊക്കെ പുറത്ത് പഠിക്കാൻ പോവാന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മംഗളൂരിലെ ഇവിടുത്തെ യൂത്തൊക്കെ പോകുന്നത് കുറച്ചുകൂടി പഠിക്കാൻ വേണ്ടിയിട്ടും ജോലിയുടെ ആവശ്യത്തിനൊക്കെ പുറത്ത് പോകുന്നുണ്ട് പറയുന്നത്. ആണോ? ശരിയാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കൂടുതലാണോ? എല്ലാരും മംഗളൂർ. എന്താ അവിടെ പോണേ കൂടുതലായിട്ട്? അറിയില്ല. ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഇല്ല. അതുകൊണ്ട് ഇനി വരുന്ന വികസനത്തിൽ എല്ലാവർക്കും ഓട്ടോ സ്റ്റാൻഡായി നമുക്ക് ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. ഫൈൻ അടിക്കുന്നുണ്ട് RTO വന്നിട്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. വികസനമില്ല നല്ലുണ്ട്. പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം ആര് ജയിച്ചാലും നമ്മൾ ഈ പാവപ്പെട്ട ഓട്ടോക്കാർക്ക് നല്ലൊരു സ്റ്റാൻഡ്. വേറെന്തൊക്കെ ബുദ്ധിമുട്ടല്ല പിന്നെ അമ്മ അനുഭവിക്കാനുള്ള ഇപ്പൊ അതിന് ഓട്ടോ സ്റ്റാൻഡ് ആയിട്ടില്ല, റോഡ് നല്ല ഇതായിട്ട് വന്ന് നമുക്ക് ഓട്ടോ വെക്കാനുള്ള ഒരു ഇത് അതും കൂടി വരാനുള്ളത്. 10 വർഷമായില്ലേ? 10 വർഷം കൊണ്ട് അവിടെ ജനങ്ങൾ മടുത്തോ? ഒരു മാറ്റാണോ? മാറ്റം വേണമല്ലോ. ഈ പ്രാവശ്യം ആര് ജയിക്കും? എന്താ തോന്നുന്നേ? അത് പറയാൻ പറ്റില്ല. ശക്തമായ പോരാട്ടമാവുന്നാണോ? ശക്തമായ പോരാട്ടം. കാസർഗോഡ് എങ്ങനെ ഉണ്ടാവും? കാസർഗോഡ് എല്ലായിടത്തും. ഇനി 3ാം പിണറായി സർക്കാർ വരുമോ? പോരാന്ന് പറയുന്നത്. വികസനം വന്നില്ലേ? എവിടെ വികസനം വന്നില്ല. അപ്പൊ UDF വന്നു കഴിഞ്ഞാൽ മാറ്റം വരുമോ? UDF കണക്കാ, എല്ലാം കണക്കാ. BJP വരുമോ? BJP സാധ്യത ഉണ്ട് അല്ലേ? എത്ര സീറ്റ് ഉണ്ടാവും BJP? പറയാൻ പറ്റില്ല. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഹോസ്പിറ്റലിലൊന്നും വലിയ സൗകര്യം ഇല്ല, എല്ലാരും മംഗളൂർക്കാ പോകുന്നത്. ആണോ? അത് ശരിയാണ്. ആണോ? അതിനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല. എല്ലാരും ആശ്രയിക്കുന്ന മംഗളൂരാണ് പറയുന്ന. പക്ഷെ ഭയങ്കര ആരോഗ്യ രംഗമൊക്കെ അടിപൊളിയായിന്നാണല്ലോ. അപ്പൊ ഇല്ല, എവിടെയും ഇല്ല. വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടാണല്ലോ? പിന്നെ എവിടെയും ഇല്ല. ഇത് കൂടുതൽ ബുദ്ധിമുട്ടാ ഹോസ്പിറ്റലിന്റെ. എങ്ങനെയുണ്ട്? ശക്തമായ പോരാട്ടവും കാസർഗോഡ് എന്നാ പറയുന്നത്. ആണോ? കാസർഗോഡ് മൊത്തത്തിൽ വികസനം വന്നിട്ടുണ്ട്. അത്ര ഫൈറ്റ് മത്സരമാണ്. ഓക്കെ. കാസർഗോഡിന്റെ യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പരാതികൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഇതിനൊന്നും ഇതുവരെയും മാറ്റം വന്നിട്ടില്ല. ഈ പരാതികളെല്ലാം അധികാരികളുടെ മുന്നിലെത്തട്ടെ, മാറ്റം വരട്ടെ. ഇനി അടുത്ത ജില്ലയിൽ അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളതുമായി നമുക്ക് വീണ്ടും കാണാം.